നമസ്കാരം. പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് മരണപ്പെട്ട രക്തസാക്ഷികൾക്ക് തിരിതെളിയിച്ച് അനുശോചനം രേഖപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുതുവൈപ്പ് ജംഗ്ഷനിൽ അനുശോചന സമ്മേളനവും ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയും എടുത്തത്. അനുശോചന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാതിഷ് സത്യൻ ഉദ്ഘാടനം ചെയ്തു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദികൾ 27ഓളം വിനോദസഞ്ചാരികളെ അതിക്രൂരമായി വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമങ്ങളിൽ ഒന്നാണ്. ഭീകരാക്രമങ്ങളെ അതിശക്തമായി ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കണം. അതിന് ഈ ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ അറിയിച്ചു കഴിഞ്ഞു. മതഭീകരവാദത്തെ, വർഗീയവാദത്തെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മളെയെല്ലാം വളരെയധികം വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ ടിവിയിലൂടെ നമ്മൾ കണ്ടത്. മലയാളി അടക്കമുള്ള ആളുകൾ വിനോദസഞ്ചാരത്തിന് വേണ്ടി കാശ്മീർ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അവർ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ പച്ചയ്ക്ക് വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച നാം കണ്ടു. അവരുടെ മതമടക്കം ചോദിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ മത തീവ്രവാദികൾ, ഈ ഭീകരവാദികൾ പാവപ്പെട്ട വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്നത്. കോഴിക്കോട് നിന്നും കാശ്മീരിലേക്ക് പോയ വിനോദസഞ്ചാരികളടക്കം പറയുന്ന കാര്യം നാം കേട്ടതാണ്. അവരോട് പേരടക്കം ചോദിച്ചുകൊണ്ടാണ് അവരെ വെടിവെച്ച് കൊന്നത്. നമുക്കറിയാം, കൊച്ചിയിലെ നേവൽ കമാൻഡിൽ ഉദ്യോഗസ്ഥനായിരുന്ന നാവിക ഉദ്യോഗസ്ഥനെ അടക്കം ഇന്നലെ വെടിവെച്ച് കൊന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒരിക്കലും വെച്ചുറപ്പിക്കാൻ സാധിക്കുകയില്ല. ആ ഭീകരവാദത്തിനെതിരെ അതിശക്തമായി ഓരോ ഇന്ത്യൻ പൗരനും പോരാടണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് വിശാഖ് അശ്വിൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ AS ശ്യാംകുമാർ, MP ക്ലീറ്റസ്, ഇസ്ഹാഖ്, രാജീവ് പാട്രിക്, മഹേഷ് CV, രാജേഷ് AM, അർഷ നിക്സൺ, റൺസൺ ചമ്മായത്ത്, ജയേഷ് പുളിത്തറ, അരുൺകുമാർ, H ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഷാനു MS, പ്രശോഭ പാലിയമ്പ്രമ്പിൽ, ജിതിൻ സേവ്യർ, ആൽവിൻ പുന്നത്തറ, ഹയാസ്, ഷൈൻസൺ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. നിരപരാധികളുടെ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഭീരുക്കളായ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എന്റെ കടമയും ഉത്തരവാദിത്തവുമാണ്. അതീവ ഹൃദയഭേദകമായ ഭീകരാക്രമണത്തിൽ തളരാതെ പോരാടേണ്ട സമയമാണിത്. ഞാൻ തിരിച്ചറിയുന്നു നമ്മുടെ നാടിന്റെ സുരക്ഷയും സമാധാനവും തകർക്കുന്ന ഭീകരശക്തികൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി ഉണരാം. ഭീകരതയ്ക്കെതിരെ ഞാൻ ഇന്നലകളിൽ നിലകൊണ്ടിട്ടുണ്ട്. ഇന്നും നിലകൊള്ളുന്നു. നാളെയും നിലകൊള്ളുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും പാത ശരിയല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ജാതിയോ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ എല്ലാവർക്കിടയിലും സമാധാനവും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. എന്റെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒന്നും മനസാ വാചാ കർമ്മണ എന്നിൽ നിന്ന് ഉണ്ടാകില്ല. യുദ്ധവും
രക്തച്ചൊരിച്ചിലും ഇല്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമങ്ങൾക്ക് എന്റെയും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും മൂല്യങ്ങളും ഭാവിയും സംരക്ഷിക്കാം. സമാധാനത്തിന്റെ ശബ്ദവും ഭീകരതയ്ക്കെതിരെയുള്ള കവചവുമായി നമുക്ക് മാറാം. രാജ്യസുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാന ജീവിതത്തിനുമായി